ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. 22-ന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയാണ് നേരിടുന്നത്. പിന്നാലെ സൂപ്പർ പോരാട്ടങ്ങളുടെ ആഘോഷ രാവുകളാണ് ആരാധകരെ കാത്തിരിക്കുന്നത്. മെഗാ ലേലത്തിന് ശേഷം വലിയ മാറ്റങ്ങൾ ടീമുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ കപ്പ് ആര് നേടുമെന്ന് പ്രവചിക്കുക പോലും പ്രയാസമായിരിക്കുകയാണ്. സൂപ്പർ ക്ലബ്ബുകൾ ഇടവേളയ്ക്ക് ശേഷം കപ്പിലേക്ക് എത്താമെന്ന പ്രതീക്ഷയിലാണ്. പഞ്ചാബ് കിങ്സ് അടിമുടി മാറ്റങ്ങളോടെ ഇറങ്ങുമ്പോൾ രാജസ്ഥാൻ റോയൽസ് രാഹുൽ ദ്രാവിഡിനെ പരിശീലനാക്കിയാണ് പടയൊരുക്കം നടത്തുന്നത്. എല്ലാ ടീമുകൾക്കൊപ്പവും ശക്തമായ താരനിരയുള്ളതിനാൽ പോരാട്ടം കടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇത്തവണ ഏറ്റവും കിടിലൻ പേസ് നിര ആർക്കൊപ്പമാണെന്ന് പരിശോധിക്കാം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 5ാം സ്ഥാനം നൽകാം. അജിൻകെ രഹാനെ നയിക്കുന്ന KKRന്റെ പേസ് നിരയിൽ ഹർഷിത് റാണ, ആൻഡ്രിഷ് നോക്കിയെ, സ്പെൻസർ ജോൺസൺ എന്നിവരാണ് പ്രധാനികൾ. ആൻഡ്രെ റസൽ മീഡിയം പേസ് കൊണ്ടും മികവ് കാട്ടുന്നു. ഇതിൽ T20യിൽ വിശ്വസ്തരെന്ന് വിളിക്കാൻ സാധിക്കുന്ന ഒരു പേസർ പോലുമില്ലെന്ന് പറയാം. റസലിന്റെ ഡെത്ത് ഓവറിലെ സ്ലോ ബോളുകൾ KKRന് ഗുണം ചെയ്തേക്കാം. എന്തായാലും നിലവിലെ KKRന്റെ പേസ് ബൗളിംഗ് നിര ശരാശരിയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പുകളാണ്. ഇത്തവണ ബൗളിംഗ് നിരയിൽ വലിയ മാറ്റങ്ങൾ ഹൈദരാബാദ് വരുത്തിയിട്ടുണ്ട്. പാറ്റ് കമ്മിൻസ്, മുഹമ്മദ് ഷമി, ഹർഷൽ പട്ടേൽ എന്നിവരാണ് പേസ് നിരയിലെ പ്രധാനികൾ. ഇവർ ശരാശരിയാണെന്ന് പറയാനാവൂ. കമ്മിൻസ് മികച്ച പേസറാണെങ്കിലും T20യിൽ തല്ലുകൊള്ളിയാണ്. ഷമി തിരിച്ചുവരവിന് ശേഷം ഇക്കണോമി കാത്ത് പന്തെറിയാൻ വലിയ മിടുക്ക് കാട്ടുന്നില്ല. ഹർഷൽ പട്ടേൽ വിക്കറ്റ് വീഴ്ത്താൻ മിടുക്ക് കാട്ടുന്ന താരമാണ്. നന്നായി സ്ലോ ബോൾ ചെയ്യാനും കഴിവുണ്ട്. എന്നാൽ റൺസ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ വലിയ പിശുക്ക് കാട്ടാറില്ല. ഡൽഹി ക്യാപിറ്റൽസ് 3ാം സ്ഥാനത്ത്. ഡൽഹി ക്യാപിറ്റൽസിൽ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. പരിശീലകൻ റിക്കി പോണ്ടിംഗ് ടീം വിട്ടു. നായകൻ ഋഷഭ് പന്തും ഇതിനോടകം കൂടുമാറ്റം നടത്തി. പേസ് നിരയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. T നടരാജൻ, മിച്ചൽ സ്റ്റാർക്ക്, മുകേഷ് കുമാർ എന്നിവരാണ് ഇത്തവണ ഡൽഹിയുടെ പേസ് നിരയിലെ പ്രധാനികൾ. സ്റ്റാർക്ക് മികച്ച പേസറാണ്. എന്നാൽ അവസാന സീസണിൽ KKRനൊപ്പം നന്നായി തല്ലുവാങ്ങി. T നടരാജൻ യോർക്കറുകളിലൂടെ കളി പിടിക്കുന്ന പേസറാണ്. മുകേഷ് കുമാറിനെ ശരാശരി താരമെന്ന് വിളിക്കാം. ഡൽഹിയുടെ പേസ് നിര തരക്കേടില്ലെന്നും പറയാം. മുംബൈ ഇന്ത്യൻസ്. 2ാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് ആണ്. പരിക്കേറ്റ ജസ്പ്രീത് ബുംറ എപ്പോൾ തിരിച്ചെത്തുമെന്ന് പറയാനാവാത്ത അവസ്ഥയാണ്. ബുംറയുടെ അഭാവത്തിൽ ട്രെന്റ് ബോൾട്ട്, ദീപക് ചഹാർ, ഹാർദിക് പാണ്ഡ്യ, റീസി ടോപ്ലി എന്നിവരാണ് മുംബൈയുടെ പേസ് നിരയിലുള്ളത്. ബുംറ കളിച്ചാൽ മുംബൈയുടെ പേസ് നിരയാണ് ഏറ്റവും ശക്തമെന്ന് പറയാം. എന്നാൽ ബുംറയുടെ അഭാവത്തിൽ മുംബൈ ശരാശരി താരനിരയാണെന്ന് പറയാം. എന്തായാലും ഇത്തവണ സന്തുലിതമായ ടീം കരുത്തുമായി ഇറങ്ങുന്ന മുംബൈക്ക് വലിയ കിരീട സാധ്യതയാണുള്ളത്. ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഏറ്റവും മികച്ചതെന്ന് പറയാം. കഗീസോ റബാഡ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ഇശാന്ത് ശർമ്മ എന്നിവരാണ് ഗുജറാത്തിനൊപ്പമുള്ളത്. ആശിഷ് നെഹ്റ എന്ന മുൻ ഇന്ത്യൻ പേസറാണ് ഗുജറാത്തിലെ പരിശീലകൻ. അനുഭവസമ്പന്നനായ താരനിരയാണ് ഗുജറാത്തിൻ്റേത്. ഫോമിലേക്ക് എത്തിയാൽ വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ ഗുജറാത്തിന്റെ പേസർമാർക്ക് സാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ ഗുജറാത്തിനെ ഇത്തവണ എല്ലാവരും ഭയക്കേണ്ടിയിരിക്കുന്നു.